ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി അൺടോൾഡ് സ്റ്റോറീസ്. സോ ഇന്ന് ഞാനൊരു സ്വെറ്റ് ഷർട്ട്സിൻ്റെയൊക്കെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് വൺ തന്നെ സസാഫ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെയാണ്. അപ്പം ഇത് മെറ്റീരിയൽ വരുന്നത് അക്രിലിക് ആണ്. ആൻഡ് ഇത് നോക്കുവാണെങ്കിൽ ഒരു ഹെയറി ഫർ ആയിട്ടുള്ള ഒരു സ്വെറ്റ് ഷർട്ടാണ് വരുന്നത്. ഞാനെല്ലാം വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 2199 റുപ്പീസാണ്. പക്ഷെ എനിക്ക് റേറ്റ് കുറവിനാണ് കിട്ടിയത്. അപ്പം ഇതിൻ്റെ സ്ലീവ്സ് നോക്കുവാണെങ്കിലും ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. പിന്നെ ത്രൂ ഔട്ട് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു ഹെയറി ഫെറായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയലാണ്. അങ്ങനെ ഒരു സ്വെറ്റ് ഷർട്ടിൻ്റെ പോലെ ഭയങ്കര ഒരു ക്രോച്ചറ്റ് ടൈപ്പ് അങ്ങനെ ഒരു തിക്നെസ് ഒന്നുമില്ല. വളരെ നൈസായിട്ട് കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. കാരണം ഇത് അക്രിലിക് ആണ് വരുന്നത്. നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം നമുക്ക് കഴുകുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഈ ഒരു ഹെയർ പോലെ ഇരിക്കുന്ന ഫെറൊക്കെ ചിലപ്പം പോകാനുള്ള ചാൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്. അല്ലാതെ നോക്കുവാണെങ്കിൽ ഒരു ഡിസ്കംഫോർട്ടോ ഒന്നും തോന്നില്ല. നമുക്ക് കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ നെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗണ്ട് നെക്കാണ് വരുന്നത്. പക്ഷേ റൗണ്ട് നെക്കാണെങ്കിലും അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഒന്നും തോന്നില്ല. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു പുള്ളോവർ സ്വെറ്റ് ഷർട്ടാണ്. ഇത് ഒരു ചൈനീസ് ബ്രാൻഡാണ്. BB എന്ന് പറഞ്ഞൊരു ചൈനീസ് ബ്രാൻഡിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. മുന്നത്തെ സ്വെറ്റ് ഷർട്ടിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കുറച്ചൊരു കട്ടിയുള്ള മെറ്റീരിയലാണ്. പക്ഷെ എന്നാലും അങ്ങനെ അധികം വെയിറ്റോ അങ്ങനെയുള്ള ഫീലിംഗ് ഒന്നുമില്ല. ഇതിൻ്റെയും റൗണ്ട് നെക്കാണ് വരുന്നത്. ഞാൻ മീഡിയം സൈസാണ് ചൂസ് ചെയ്തത്. ആൻഡ് ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 3099 റുപ്പീസാണ്. അപ്പം ഇവിടുത്തെ ചെസ്റ്റ് സൈസും നെക്ക് സൈസൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട്. നെക്ക് സൈസ് 21 സെൻറ്റിമീറ്റർ ആണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സും ഫുൾ സ്ലീവാണ് വരുന്നത്. പക്ഷെ ഒരു വെറൈറ്റി ഉണ്ട്. ലേസ് ടൈപ്പ് സ്ലീവ്സ് ആണ് വരുന്നത്. അറ്റത് മാത്രം ഇങ്ങനെ ഒരു ക്നിറ്റ് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് നോക്കുവാണെങ്കിൽ ലേസ് ആണ് വരുന്നത്. പക്ഷെ അതാണെങ്കിലും വളരെ നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. കുറച്ചൊരു ഷൈനിങ്ങും ഗ്ലേസിങ്ങും ഉണ്ട്. അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഒന്നും തോന്നില്ല. നമുക്ക് ലേസ് മെറ്റീരിയൽ ചില സമയത്ത് അങ്ങനെ ഇറിറ്റേഷൻ തോന്നും. പിന്നെ ഇതിൻ്റെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മിഡിലൊക്കെ പ്ലെയിൻ ആയിട്ട് ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഡിസൈനായിട്ടാണ് പോകുന്നത്. മെഷീൻ വാഷ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് ഇത് വരുന്നത്. നമുക്ക് വിൻ്ററിലും അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ക്രിസ്മസിനും അങ്ങനെയൊക്കെ ഉള്ള ഫംഗ്ഷനൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു എന്താ പറയുക പുള്ളോവർ സ്വെറ്റ് ഷർട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്കിത് വെയർ ചെയ്യാം. പക്ഷെ അങ്ങനെ ഓവർ ലെങ്തി അല്ല, ഒരു ഹാഫ് ലെങ്ത് ആണ് ഈ ഒരു സാധാ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് മാത്രമേ വരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ ഓൾസോ ഒരു പുള്ളോവർ സ്വെറ്റ് ഷർട്ടാണ്. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോക്ക് കോളറാണ് ഇതിൻ്റെ നെക്ക് വരുന്നത്. ടോക്കിയോ ടാക്കീസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വരുന്നത് 2799 റുപ്പീസാണ്. അക്രിലിക് ആണ് ഇതിൻ്റെയും മെറ്റീരിയൽ വരുന്നത്. പിന്നെ സ്ട്രെയിറ്റ് ഹെമ്മാണ് വരുന്നത്. നമുക്ക് കോളർ കാണുമ്പോൾ മനസ്സിലാവും മോക്ക് കോളറാണ് വരുന്നത്. ഞാൻ എൻ്റെ മീഡിയം സൈസാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതങ്ങനെ വലിയ കട്ടിയൊന്നും ഇല്ല മെറ്റീരിയൽ. പിന്നെ സ്ലീവ്സ് ആണെങ്കിലും ഫുൾ സ്ലീവ്സ് ആണ് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ ത്രൂ ഔട്ട് നോക്കുകയാണെങ്കിലും സ്ലീവ്സിലാണെങ്കിലും അല്ലാതെ ബോഡി ആണെങ്കിലും സ്ട്രെയിറ്റ് ഹെമ്മാണ് വരുന്നത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇറിറ്റേഷൻസ് ഒന്നുമില്ല. കാരണം ഭയങ്കര വെയിറ്റുള്ള ടൈപ്പ് മെറ്റീരിയൽ അല്ല. അക്രിലിക് ആയതുകൊണ്ട് തന്നെ ഒതുങ്ങിക്കിടക്കുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് വിൻ്റർ ആയിട്ടുള്ള പ്ലേസസിലൊക്കെ പോകുമ്പം സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് ക്ലോത്ത്സിൻ്റെയൊക്കെ എന്താ പറയുക നൂലൊക്കെ ഇതിനകത്ത് ഇങ്ങനെ ജസ്റ്റ് പറ്റി പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. മെഷീൻ വാഷബിളാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. വെയർ ചെയ്യാനാണേലും നല്ല സുഖമാണ്. അങ്ങനെ ഒരു വെയിറ്റോ അങ്ങനെയുള്ള ഇറിറ്റേഷൻസോ ഒരയോ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്ക്രീനിലും ഐ ബട്ടണിലും ഞാൻ കുറേ വീഡിയോസ് ഇടുന്നതായിരിക്കും. അതൊക്കെ വാച്ച് ചെയ്യുക. താങ്ക് യു.